നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞങ്ങളെല്ലാവരും വല്ലാത്ത തകർച്ചയിലാണ്, ടെൻഷനിലാണ്. ആ വാളിന്റെ മൂല്യം എന്താണെന്ന് സാറിനും അറിയാമല്ലോ. നിങ്ങൾക്കത് കോടിക്കണക്കിന് വില വരുന്ന ഒരു മരതക വാളായിരിക്കും. പക്ഷെ വിശ്വാസികൾക്ക് അതൊരു ദേവസങ്കല്പമാ. എന്റെ ഭഗവാനെ, ശ്രീപത്മനാഭ, ദൈവമേ, ഉടവാള് കാണുന്നില്ലല്ലോ. വാള് കാണുന്നില്ലെന്നോ? അകത്തെല്ലായിടത്താ നോക്ക്. മോനെ കാർത്തി, ചെല്. അയ്യോ, ഇവിടെ അങ്ങ് കാണാനില്ലല്ലോ. അയ്യോ, എന്റെ പരദൈവങ്ങളെ ചതിച്ചോ. തകർന്നല്ലോ ദൈവമേ തറവാട്. ആ വാൾ ആര് കൊണ്ടുപോയി? ദൈവമേ, തറവാടിന്റെ ഐശ്വര്യ അത് ഞാൻ സൂക്ഷിക്കാൻ ചുമതലപ്പെടുത്തിയത് മീനാക്ഷിയാ. മീനാക്ഷി കൊച്ചിനെ ബോധം കെടുത്തിട്ട് ആരോ വാള് കൊണ്ടുപോയി. അത് മറ്റാരുമല്ല, അവള് തന്നെയാ. അവള് മൈഥിലി. മീനാക്ഷി നോർമലാകുമ്പം സത്യം പറയുമല്ലോ. ഇത് അവള് തന്നെയായിരിക്കും, ആ മൈഥിലി. യാതൊരു സംശയവും വേണ്ട. എന്നാ പിന്നെ ഒട്ടും താമസിക്കണ്ട. IGയോ DGPയോ ആരെയും വിളിച്ചു പറ. അല്ല, ഇത് പോലീസിന്റെ ഉന്നതങ്ങളിലേക്ക് പോയാലേ പണി പാളും. വാള് കോടതിയിലേക്ക് അങ്ങ് പോവും. പിന്നെ ചെമ്പകമംഗലത്ത് തിരിച്ചു കിട്ടിയില്ലെന്ന് വരും. അത് ശരിയാ. അവളിപ്പോ പറഞ്ഞതിനകത്തൊരു കാര്യമുണ്ട്. ആലോചിച്ചിട്ട് പോലീസിനെ അറിയിച്ചാ മതി. നമുക്ക് മൈഥിലിയെ പിടിക്കാം. വാളെടുക്കാൻ വന്ന ആ ഉത്സവ കമ്മിറ്റിക്കാരോട് ഞാൻ എന്തു പറയും? എന്റെ രാമേട്ടനെ രക്ഷിക്കാൻ ഞാൻ ചെയ്തതാ. ഇതെനിക്കുള്ള കുറച്ചായി മാറുകയാണല്ലോ. മനസ്സ് കിടന്ന് പെരുമ്പറ കൊട്ടുവാ. ഈ തീക്കളി വേണ്ടായിരുന്നു. ഞാൻ എന്ത് ചെയ്യും എന്റെ ഈശ്വര? കാര്യങ്ങൾ അവരോട് തുറന്നു പറഞ്ഞേ പറ്റൂ. പുരയ്ക്ക് മീതെ വെള്ളം വന്നാൽ അതിന് മീതെ വള്ളം, അല്ലാതെ ഗത്യന്തരമില്ല. നീ എന്റെ കൂടെ വാ. നിനക്ക് ധൈര്യം പോരെങ്കിൽ ഞാൻ നിന്റെ കൈ പിടിച്ചോളാം. വാ. മീനാക്ഷി, തിരുമേൻ എന്താ വൈകി? രാവിലെ ക്ഷേത്രത്തിൽ ഒരു പൂജയുണ്ടായിരുന്നു. ഇതെന്താ ചെമ്പകമംഗലത്ത് പതിവുള്ള ഏർപ്പാടൊന്നും കാണുന്നില്ലല്ലോ. ഈ പ്രാവശ്യം ഇവിടെ മൊത്തത്തിൽ പ്രശ്ന. എന്താ രാജലക്ഷ്മി അമ്മേ, എന്തു പറ്റി? നിങ്ങൾ എന്താ ഈ ഭിക്ഷ ചോദിക്കാൻ വന്നവരെ പോലെ ഞങ്ങളോട് പെരുമാറുന്നേ? ഞങ്ങൾക്ക് പോണം, വേറെ തൊഴിലുള്ളതാ. ദൈവഗീതമായിരിക്കാം. അരുതാത്ത പലതും ഇവിടെ സംഭവിച്ചു. നിങ്ങളത് ക്ഷമയോടെ കേൾക്കണം. അത് അറയ്ക്കകത്ത് ഉടവാള് കാണാനില്ല.
എന്താ നിങ്ങളൊക്കെ ഈ പറയുന്നത്? കാര്യം ഒരു കേസ് ഉണ്ടായതുകൊണ്ട് കോടതി താൽക്കാലികമായി ഒരു റിസീവറെ വച്ചിട്ടുണ്ടെങ്കിലും അത് ചെമ്പകമംഗലത്തിന്റെ സ്വത്താ, ഐശ്വര്യ. അത് കാണുന്നില്ല എന്ന് പറഞ്ഞാലേ ഇവിടുന്ന് മഹാലക്ഷ്മി പോയെന്നർത്ഥം. നിങ്ങൾ ഞങ്ങളെ കളിയാക്കുക. ഇത് വിശ്വാസികളുടെ പ്രശ്നമാ. ക്ഷേത്രത്തിലെ ഭക്തജനങ്ങളെ പറ്റിക്കുക നിങ്ങൾ ചെയ്യുന്നത്. ക്ഷോഭിക്കല്ലേ സാറേ, വാൾ ഒളിപ്പിച്ചു വെച്ചിട്ടല്ല ഞങ്ങൾ ഇല്ലാതെ പറയുന്നത്. സംശയം തോന്നെങ്കിൽ സാറിന് കയറി പരിശോധിക്കാം. നിങ്ങളുടെ വീടിനകത്ത് കയറി നിരങ്ങാനൊന്നും അല്ല ഞാൻ വന്നത്. വിശ്വാസികളുടെ ആവശ്യം സംരക്ഷിക്കണം. കാലാകാലങ്ങളായിട്ട് അനന്തനാരായണ സ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് ചെമ്പകമംഗലത്തെ അത്ഭുതവാണ് ഭക്തജനങ്ങളുടെ മുൻപിൽ പ്രദർശിപ്പിക്കാറുണ്ട്. അത് കോടതി ചുമതലപ്പെടുത്തിയ റിസീവറായ എന്റെ നേതൃത്വത്തിലാണ് കഴിഞ്ഞ ചില വർഷങ്ങളായിട്ട് നടത്തപ്പെടുന്നത്. ഉടവാൾ ഇവിടെ ഹാജരാക്കിയേ പറ്റൂ. ഇവിടെ ഇല്ലാത്ത ഉടവാള് ഞങ്ങൾ എവിടെ നിർത്തി തരാനാ? സാർ, ഞങ്ങളുടെ എല്ലാവരുടെയും മാനസികാവസ്ഥ സാറും മനസ്സിലാക്കണം. ഞങ്ങളെല്ലാവരും വല്ലാത്ത തകർച്ചയിലാണ്, ടെൻഷനിലാണ്. ആ വാളിന്റെ മൂല്യം എന്താണെന്ന് സാറിനും അറിയാമല്ലോ. നിങ്ങൾക്കത് കോടിക്കണക്കിന് വില വരുന്ന ഒരു മരതക വാളായിരിക്കും. പക്ഷെ വിശ്വാസികൾക്ക് അതൊരു ദേവസങ്കല്പമാ. വിശ്വാസികളെ തൊട്ട് കളിച്ച കളി മാറുവേ. വെറുതെ അനാവശ്യ കാര്യങ്ങളിൽ കയറി വിഷം കലക്കരുതേ. തിരുമേനി, ഈ റിസീവർ ആകെ തളർന്നു നിൽക്കുന്ന ഞങ്ങളെ അനാവശ്യമായ ആരോപണങ്ങൾ ഉയർത്തി പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തുകയാ. ആ വാള് ഈ വീടിന്റെ സമ്പത്തായിട്ടല്ല കരുതിയത്, ഈ വീടിന്റെ ഐശ്വര്യമായിരുന്നു. അതിനെന്താ സംശയം രാജലക്ഷ്മി അമ്മേ? അത് തന്നെയാ ഞാനും പറഞ്ഞു വരുന്നത്. ആ വാള് ഉടനെ എങ്ങനെയെങ്കിലും കണ്ടെത്തണം. കാരണം ആ വാളിരിക്കുന്നിടത്ത് സപ്തമാത്മാക്കളുടെ സാന്നിധ്യമുണ്ട്. അതിവിടെ നിന്ന് നഷ്ടപ്പെട്ടാൽ, അത് നഷ്ടപ്പെട്ട ആ നിമിഷം മുതൽ ഇവിടെ പല ദുർമരണങ്ങളും നടക്കും. വാൾ എപ്പോ പോയോ ആ നിമിഷത്തിൽ ദുർമരണങ്ങൾ വരെ നടക്കാൻ സാധ്യതയുണ്ട്. അത് കണ്ടെത്തുന്നത് വരെ ഈ തറവാടിന് നാശമായിരിക്കും. ഇതൊക്കെ ഇവരുടെ അഭ്യാസ തിരുമേനി. മനഃപൂർവ്വം ഭക്തജനങ്ങളെ അപമാനിക്കാൻ. മിസ്റ്റർ, ഞങ്ങളിവിടെ നിയന്ത്രണം എടുത്തിക്കുക. താൻ ഏത് കൊമ്പത്തെ ആളായാലും മര്യാദയ്ക്ക് സംസാരിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാകാതിരിക്കണം അനന്തഗോപൻ സാറേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.